ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പം ഞാൻ ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 2.5 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു മഞ്ഞൾ, അല്പം ഉപ്പ്, 3 ഏലക്ക കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇനി ഒട്ടും വെള്ളമില്ലാണ്ടായിട്ടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഇട്ടു കേട്ടോ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ മാറ്റി വയ്ക്കാൻ കേട്ടോ. ഇനി ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം കുറച്ചതിന് ശേഷം മാത്രമേ ഇത് കോരിടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നമ്മൾ ചായക്കടയിൽ നിന്ന് മേടിക്കുന്ന ബോണ്ടയുടെ ഒക്കെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കോരിയിട്ട് കഴിഞ്ഞപ്പോൾ ഇത് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ബോണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.